ഈ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി ട്രേഡിംഗ് തുടങ്ങിയിട്ട് മെന്റലി അൺസ്റ്റേബിൾ ആയ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു 10 പേരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ലോസ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 പേരും 10 ഉത്തരങ്ങളാണ് പറയുക. ചിലർക്ക് സ്ട്രാറ്റജി ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ചിലർക്ക് സൈക്കോളജി ഇല്ലാത്തതാണ് പ്രശ്നം. ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല പ്രശ്നം, റിസ്ക് മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ആയിരിക്കും. ശരിക്കും എന്തായിരിക്കും നിങ്ങളുടെ പ്രശ്നം? ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പ്രശ്നമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ട്രേഡിംഗിൽ പ്രോഫിറ്റബിൾ ആവാനും സ്റ്റേബിൾ ആവാനും കഴിയും. എന്താണ് ആ പ്രശ്നം? എന്തായിരിക്കും ആ കാര്യം? യെസ്, നിങ്ങളിൽ പലർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും റിസ്ക് മാനേജ്മെന്റ്. എന്നാൽ റിസ്ക് റെഡ്യൂസ്മെന്റ് എന്താണെന്നറിയോ? ഈ റിസ്ക് റെഡ്യൂസ്മെന്റ് എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് എന്ന് പറയുന്ന വൻമരത്തെ നിങ്ങൾക്ക് തള്ളിയിടാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന പച്ചമരത്തിൽ നിങ്ങൾക്ക് വലിയ കയറാനും പറ്റും. യെസ്, ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്റെ റിസ്ക് റെഡ്യൂസ്മെന്റ് തിയറിയാണ്. ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്. അതിൽ 20 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുക. ഈ 20 ട്രേഡിംഗ് ഡേയ്സിൽ 16 ദിവസം ലോസും ബാക്കി 4 ദിവസം മാത്രം പ്രോഫിറ്റ് ആയ പോലും നമുക്ക് പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്നല്ലേ മൈറ്റ് പ്രോബബ്ലി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ പറയുന്നത് റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയാണ് എന്നുള്ളതാണ്. പക്ഷേ റിസ്ക് മാനേജ്മെന്റിലല്ല കാര്യം, റിസ്ക് റെഡ്യൂസ്മെന്റിലാണ് കാര്യം. അതായത് ഏതൊരു സ്ട്രാറ്റജി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം 1:1 എങ്കിലും ഇല്ലാതെ നമ്മൾ ആ സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യാറില്ല, റൈറ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1:1 എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു റിസ്ക് റെഡ്യൂസ്മെന്റ് തിയറി ഉണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു 500 rupees പ്രീമിയം ഉള്ള ഒരു ഓപ്ഷൻ കോൺട്രാക്ട് ബൈ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഈ 500 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന ടൈമിൽ 475 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 525 ആയിരിക്കും നമ്മുടെ 1:1 റിസ്ക് ടു റിവാർഡ് ആയിട്ട് വരിക. സോ 1:1 ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഈ 525 ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി സെല് ചെയ്യും. അതായത് ഞാൻ 2 ലോട്ടാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1 ലോട്ട് ഞാൻ 525 എത്തുമ്പോൾ ഞാൻ സെല് ചെയ്യും. ഇതിലൂടെ ഇനി മാർക്കറ്റ് തിരിച്ച് 475 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്കന്ന് ബ്രേക്ക് ഈവൻ ഡേ മാത്രമായിരിക്കും, റൈറ്റ്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എൻ്റെ റിസ്ക് കുറയ്ക്കുകയാണ്. അതായത് എൻ്റെ എല്ലാ ട്രേഡും പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70% ട്രേഡുകളും അല്ലെങ്കിൽ 60% ട്രേഡുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1:1 എത്തിയിട്ട് നേരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറുണ്ട്. ബാക്കി 40% മാത്രമേ എനിക്ക് ടാർഗറ്റിലേക്ക് പോകുന്നുള്ളൂ. ആ 40%-ൽ കറക്റ്റായിട്ട് 1:3, 1:6 എന്നുള്ള രീതിയിലാണ് ഞാൻ എൻഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് എൻ്റെ പ്രോഫിറ്റ് വരുന്ന ടൈമിൽ എനിക്ക് ബിഗ് ടാർഗറ്റ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ലൂസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ലോസസ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. യെസ്, ദിസ് ഈസ് റിസ്ക് റെഡ്യൂസ്മെന്റ് സിസ്റ്റം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങളുടെ പ്രോഫിറ്റിനെ സേവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും.